നമസ്കാരം. കേരള നവോത്ഥാനം എന്ന സിലബസ് ഭാഗവുമായി ബന്ധപ്പെട്ട ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ കുറിച്ച് പഠിക്കാൻ പോകുകയാണ്. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നയാള് KP കേശവ മേനോൻ, രണ്ടാമതായിട്ട് പഠിക്കാൻ പോകുന്നയാള് മൂർക്കോത്ത് കുമാരൻ. ഞാൻ ശ്യാം. ഏവർക്കും അഡ്ഹോക് ലേണിംഗ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്ക് ആദ്യം ആരെക്കുറിച്ച് പഠിക്കാം? KP കേശവ മേനോനെ കുറിച്ച് പഠിക്കാം. ശ്രദ്ധിക്കണം, 1886 സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ് KP കേശവ മേനോൻ ജനിച്ചത്. അപ്പൊ അദ്ദേഹം ജനിച്ച വർഷം 1886. അദ്ദേഹം 978 മരണപ്പെട്ടു. അപ്പൊ 1886 ജനിച്ചിട്ട് 978 നവംബർ മാസം 9-ാം തീയതിയാണ് KP കേശവ മേനോൻ മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം പാലക്കാട് ജില്ലയിലെ തരൂർ ഗ്രാമം ആണ്. ഓർത്തു വെക്കണം, KP കേശവ മേനോന്റെ ജന്മസ്ഥലം പാലക്കാട് ജില്ലയിലെ തരൂർ ഗ്രാമം. മറക്കുമോ? എവിടെയാ ജന്മസ്ഥലം? പാലക്കാട് ജില്ലയിലെ തരൂർ ഗ്രാമം. കേരളത്തിന്റെ വന്ധ്യവയോധികൻ, പാലക്കാടിന്റെ ചെറുമകൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് KP കേശവ മേനോൻ. ഓർത്തു വെക്കണം, കേരളത്തിന്റെ വന്ധ്യവയോധികൻ, പാലക്കാടിന്റെ ചെറുമകൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് KP കേശവ മേനോൻ. അവിടെ നിങ്ങൾക്ക് മാറിപ്പോവല്ല, തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കപ്പെട്ട വ്യക്തിയാണ് ബാരിസ്റ്റർ GP പിള്ള. ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. പാലക്കാട് പ്രദേശം പണ്ടറിയപ്പെട്ട പേര് തരൂർ സ്വരൂപം എന്നാണ്. ഓർത്തു വെക്കണം. അപ്പോൾ പാലക്കാട് പ്രദേശം പണ്ടറിയപ്പെട്ട പേരെന്തുവാ? തരൂർ സ്വരൂപം. ഇപ്പോൾ നിലവിൽ പാലക്കാട് ജില്ലയിൽ തരൂർ എന്ന പേരിൽ ഒരു സ്ഥലമുണ്ട്. അവിടെ ജനിച്ച വ്യക്തിയാണ് KP കേശവ മേനോൻ. അപ്പൊ പാലക്കാടിന്റെ ചെറുമകൻ, കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നിങ്ങനെ അറിയപ്പെട്ട KP കേശവ മേനോന്റെ ജന്മസ്ഥലം പാലക്കാട് ജില്ലയിലെ തരൂർ ഗ്രാമം. ശ്രദ്ധിക്കുക, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. അല്ലെ, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായി. അങ്ങനെ പതിയെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഘടകം കേരളത്തിൽ വടക്കുഭാഗത്ത് മലബാർ പ്രദേശത്തും രൂപീകൃതമായി. അങ്ങനെ മലബാർ ജില്ലയില് കോൺഗ്രസ് പാർട്ടി രൂപീകൃതമായി. അപ്പൊ ആ വാക്ക് എന്ത് വരും? മലബാർ ജില്ലാ കോൺഗ്രസ്. ആ പേരെന്ത് വരും? മലബാർ ജില്ലാ കോൺഗ്രസ്. ആ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ വാക്കെന്താണ്? മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ കമ്മിറ്റി വിളിച്ചു കൂട്ടിയ വർഷം എന്ന് പറയുന്നത് 1916 ആണ്. ശ്രദ്ധിക്കണം, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ കമ്മിറ്റി വിളിച്ചു കൂട്ടിയ വർഷം 1916. ആ മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയില് മലബാറിന് സ്വയം ഭരണം വേണം എന്ന പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് KP കേശവ മേനോൻ. പറഞ്ഞ ഭാഗം മനസ്സിലായോ? ആദ്യത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വിളിച്ചു കൂട്ടിയ വർഷം 1916. ആ ആദ്യത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ മലബാറിന് സ്വയം ഭരണം വേണം എന്ന പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് KP കേശവ മേനോൻ. ആ കമ്മിറ്റിയുടെ അധ്യക്ഷയായിരുന്നു, അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരുന്നു ആനി ബസന്റ്. ആരാണ്? ആനി ബസന്റ്. ശരിയല്ലേ? നമുക്കറിയാം, അയർലൻഡ് വംശജയാണ് ആനി ബസന്റ്. അല്ലെ, ഐറിഷ് വംശജയാണ് ആര്? ആനി ബസന്റ്. ആ ആനി ബസന്റ് ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ ഒരു പുതിയ പ്രസ്ഥാനമാണ് ഹോം റൂൾ പ്രസ്ഥാനം. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, ഹോം റൂൾ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്വയം ഭരണം എന്നാണ്. നമ്മുടെ വീട് നമ്മളല്ലേ ഭരിക്കുന്നേ, അതുപോലെ നമ്മുടെ വീടായ ഇന്ത്യ നമ്മൾ തന്നെ ഭരിച്ചാൽ മതി, യൂറോപ്യൻ ശക്തികൾ ഭരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്യൻ ശക്തികൾക്കെതിരെ ഇന്ത്യയിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുവാൻ വേണ്ടി, സമരങ്ങൾ സംഘടിപ്പിക്കുവാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ഹോം റൂൾ പ്രസ്ഥാനം. അപ്പൊ ആ ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ 1916 അടയാർ ആസ്ഥാനമാക്കി, തമിഴ്നാട്ടിലെ അടയാർ ആസ്ഥാനമാക്കി സ്ഥാപിച്ചതും ആനി ബസന്റ് ആണ്. അപ്പോൾ ആനി ബസന്റിന്റെ കയ്യിൽ എന്തുണ്ട്? ഹോം റൂൾ പ്രസ്ഥാനം ഉണ്ട്. ഇവിടെ മലബാറിന് സ്വയംഭരണം വേണം എന്ന പ്രമേയം ആര് കൊണ്ടുവച്ചു? KP കേശവ മേനോൻ. ശരിയല്ലേ? അപ്പൊ ആ പ്രമേയം ആര് സ്വീകരിച്ചു? ആനി ബസന്റ്. അങ്ങനെ ആനി ബസന്റ് സ്വീകരിച്ച KP കേശവ മേനോന്റെ പ്രമേയത്തിന്റെ ഫലമായിട്ട് ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരെ ഏൽപ്പിച്ചു? KP കേശവ മേനോനെ. അപ്പോൾ മലബാർ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ
പ്രധാന നേതാവ് അല്ലെങ്കിൽ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? KP കേശവ മേനോൻ. ഓർത്തു വെക്കണം, മലബാർ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാവ് അല്ലെങ്കിൽ സെക്രട്ടറി ആണ് ആര്? KP കേശവ മേനോന്. അപ്പൊ തന്നെ ഓർത്തോണം, പരസ്പരം മാറിപ്പോവില്ല. ആ മലബാർ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് മഞ്ചേരി രാമയ്യർ. ഓർത്തു വെക്കണേ, ആ മലബാർ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് മഞ്ചേരി രാമയ്യർ. പഠിച്ചില്ലേ? നമുക്ക് തിരിച്ചു വരാം. 1917 INC-യുടെ ലക്നൗ സമ്മേളനത്തിലും 1922 INC-യുടെ ഗയാ സമ്മേളനത്തിലും KP കേശവ മേനോൻ പങ്കെടുത്തിരുന്നു. ഓർത്തു വെക്കണം. അപ്പൊ KP കേശവ മേനോൻ പങ്കെടുത്ത INC-യുടെ സമ്മേളനങ്ങളാണ് 16 ലക്നൗ സമ്മേളനവും 22 ഗയാ സമ്മേളനവും. അല്ലെ? തിരിച്ചു വരാമല്ലോ. 1921 സംഭവമല്ലേ മലബാർ കലാപം അഥവാ മലബാർ റെബല്യൻ? ഓർമ്മയില്ലേ? ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് അഥവാ ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ സംഭവമാണ് മലബാർ ലഹള. ആ മലബാർ ലഹള സമയത്തെ KPCC-യുടെ സെക്രട്ടറിയാണ് KP കേശവ മേനോൻ. ഓർത്തു വെക്കണേ, മലബാർ ലഹള സമയത്തെ KPCC-യുടെ സെക്രട്ടറി ആരാണ്? KP കേശവ മേനോനാണ്. അല്ലെ? തിരിച്ചു വരാം. മലബാർ ലഹളയ്ക്ക് ശേഷം ഏകദേശം 1923 പുറത്തിറക്കിയ പത്രത്തിന്റെ പേരാണ് മാതൃഭൂമി. ഓർത്തു വെക്കണേ, 1923 പത്രമാണ് ഇത്, മാതൃഭൂമി. മാതൃഭൂമി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ KP കേശവ മേനോൻ. മാതൃഭൂമി പത്രം പുറത്തിറക്കിയ സ്ഥലം കോഴിക്കോട്. പുറത്തിറക്കിയ സ്ഥലം ഏതാണ്? കോഴിക്കോട്. മാതൃഭൂമി എന്ന പത്രം സ്ഥാപിക്കുവാൻ വേണ്ടി KP കേശവ മേനോനെ സഹായിച്ചയാളുടെ പേരാണ് K കേളപ്പൻ. മാതൃഭൂമി എന്ന പത്രം ഗാന്ധിജിയുടെ യങ് ഇന്ത്യ എന്ന പത്രത്തിന്റെ മാതൃകയിൽ പുറത്തിറക്കിയ പത്രമാണ്. മാതൃഭൂമി എന്ന പത്രം ദിനപത്രമാക്കി മാറ്റിയ വർഷമാണ് 1930. മനസ്സിലായോ? നമ്മള് മാതൃഭൂമി പത്രവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവ എന്തെല്ലാമാണ്? ഒന്നുകൂടെ പറഞ്ഞു വരട്ടെ. 1923 പത്രമാണ് മാതൃഭൂമി. സ്ഥാപകൻ KP കേശവ മേനോൻ. പബ്ലിഷ്ഡ് ഫ്രം കോഴിക്കോട്. സഹായിച്ച ആളുടെ പേര് K കേളപ്പൻ. മോഡൽ യങ് ഇന്ത്യ. ഈ പത്രം ദിനപത്രമാക്കി മാറ്റിയ വർഷം 1930. അല്ലെ? തിരിച്ചു വരാമല്ലോ. 1924 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ദിവസം ജയിൽവാസം അനുഭവിച്ച നേതാവാണ് KP കേശവ മേനോൻ. മറന്നുപോകല്ലേ. 1924 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ദിവസം ജയിൽവാസം അനുഭവിച്ച നേതാവിന്റെ പേരെന്താണ്? KP കേശവ മേനോൻ. നമുക്കിനി അറിയാം, തിരുവിതാംകൂർ, മലബാർ, കൊച്ചി പ്രദേശങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ ഒന്നിപ്പിച്ച് ഒറ്റ സംസ്ഥാനമാക്കി മാറ്റുവാൻ വേണ്ടി കൊണ്ടുവന്ന ആശയമാണ് ഐക്യ കേരളം. അല്ലെ? ഈ ഐക്യ കേരളം രൂപീകരിക്കുവാൻ വേണ്ടി 1945 രൂപീകരിക്കപ്പെട്ട ഐക്യ കേരള സമിതിയുടെ അധ്യക്ഷൻ K കേളപ്പൻ ആണ്. നമ്മൾ K കേളപ്പനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഗം പറഞ്ഞിരുന്നു. 1945 ഐക്യ കേരള സമിതിയുടെ അധ്യക്ഷൻ K കേളപ്പൻ. അപ്പൊ ഇനി K കേളപ്പനെ സഹായിക്കുവാൻ വേണ്ടി അഥവാ ഐക്യ കേരള സമിതിയെ സഹായിക്കുവാൻ വേണ്ടി, ശരിയാണോ? K കേളപ്പനെ സഹായിക്കുവാൻ വേണ്ടി അഥവാ ഐക്യ കേരള സമിതിയെ സഹായിക്കുവാൻ വേണ്ടി 1946 ഐക്യ കേരള ഉപസമിതി രൂപീകരിക്കപ്പെട്ടു. മനസ്സിലാക്കണം, ഐക്യ കേരള സബ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ട വർഷമാണ് 1946. ആ ഐക്യ കേരള ഉപസമിതിയുടെ അധ്യക്ഷനായിരുന്നു KP കേശവ മേനോൻ. ക്ലിയർ ആയോ? 45 ഐക്യ കേരള സമിതി, അധ്യക്ഷൻ K കേളപ്പൻ. 46 ഐക്യ കേരള ഉപസമിതി, അധ്യക്ഷൻ KP കേശവ മേനോൻ. തിരികെ വരാം. ഈ ഐക്യ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് K കേളപ്പൻ ഐക്യ കേരള സമിതിയുടെ അധ്യക്ഷൻ സ്ഥാനം രാജിവെക്കുന്നു. അങ്ങനെ 1956 നവംബർ മാസം 1 ഐക്യ കേരളം പൂർണ്ണമായ ശേഷമുള്ള ആദ്യത്തെ ഐക്യ കേരള സമ്മേളനത്തിന്റെ അധ്യക്ഷനും KP കേശവ മേനോനാണ്. മനസ്സിലായോ? 47 ആദ്യത്തെ ഐക്യ കേരള സമ്മേളനത്തിന്റെയും 48 രണ്ടാമത്തെ ഐക്യ കേരള സമ്മേളനത്തിന്റെയും അധ്യക്ഷൻ കേളപ്പനാണെങ്കിൽ 1956 നവംബർ മാസം 1 ഐക്യ കേരളം പൂർണ്ണമായി.
കാരണം കേരള സംസ്ഥാനം രൂപീകരിച്ചില്ലേ? ഐക്യ കേരളം രൂപീകരിച്ച ശേഷമുള്ള ആദ്യത്തെ ഐക്യ കേരള സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് KP കേശവ മേനോൻ. ഓർത്തു വച്ചേക്കണം. അപ്പൊ 956 ഐക്യ കേരള സമ്മേളനത്തിന്റെ അധ്യക്ഷനാര്? ആരാ ഉത്തരം? KP കേശവ മേനോൻ. 1947 48 ഐക്യ കേരള സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു കേളപ്പൻ. ഒടുവിൽ KP കേശവ മേനോന് പത്മഭൂഷൺ ലഭിച്ച വർഷം 1966. മറന്നുപോകല്ലേ, KP കേശവ മേനോന് പത്മഭൂഷൺ ലഭിച്ച വർഷം 1966. എക്സ്ട്രാ ഓർത്ത് വെച്ചേക്കണം. ശ്രീലങ്കൻ ഹൈ കമ്മീഷണറായിട്ട്, എന്തിന്റെയാണ്? ശ്രീലങ്കയുടെ ഹൈ കമ്മീഷണറായിട്ട് പ്രവർത്തിച്ച മലയാളിയാണ് KP കേശവ മേനോൻ. ഒരുപാട് പരീക്ഷകൾക്ക് വന്ന ഒരു ചോദ്യമാണ്. ശ്രീലങ്കൻ ഹൈ കമ്മീഷണറായിട്ട് പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? KP കേശവ മേനോൻ. ആ KP കേശവ മേനോന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതികളാണ് ഒന്ന് നവഭാരത ശില്പികൾ. വാക്കെന്തുവാണ്? നവഭാരത ശില്പികൾ. വീണ്ടും ഒരു എടുത്തേ, നാം മുന്നോട്ട്. നാം മുന്നോട്ട് പഠിക്കുന്നുണ്ടോ? നവഭാരത ശില്പികൾ, നാം മുന്നോട്ട് പഠിച്ചോ. ഇനി ബന്ധനത്തിൽ നിന്ന്. ബന്ധനത്തിൽ നിന്ന് വാക്കെന്തുവാണ്? ബന്ധനത്തിൽ നിന്ന്. വീണ്ടും ഒരു ബിലാത്തി വിശേഷം. ബിലാത്തി വിശേഷം. ഇംഗ്ലണ്ടിലെ ജീവിതം പശ്ചാത്തലമാക്കിയ KP കേശവ മേനോന്റെ കൃതി തിരഞ്ഞെടുക്കുക എന്ന് ഒരുപാട് പരീക്ഷകൾക്ക് വന്നിട്ടുണ്ട്. ഓർത്തു വെച്ചേക്കണം. ഇംഗ്ലണ്ടിലെ ജീവിതം ആസ്പദമാക്കിയ KP കേശവ മേനോന്റെ കൃതിയുടെ പേരാണ് ബിലാത്തി വിശേഷം. അപ്പൊ 4 പഠിച്ചു കഴിഞ്ഞു. നവഭാരത ശില്പികൾ, നാം മുന്നോട്ട്, ബിലാത്തി വിശേഷം, ബന്ധനത്തിൽ നിന്ന്. ബിലാത്തി വിശേഷം, ബന്ധനത്തിൽ നിന്ന്. മറ്റൊരു കൃതിയുടെ പേരാണ് രാഷ്ട്രപിതാവ്. നോക്കി വെച്ചോണം. അപ്പൊ രാഷ്ട്രപിതാവ് എന്ന കൃതി എഴുതിയ വ്യക്തി ആരാണ്? KP കേശവ മേനോൻ. ആ KP കേശവ മേനോന്റെ ആത്മകഥയുടെ പേര് കഴിഞ്ഞ കാലം. പേരെന്തുവാണ്? കഴിഞ്ഞ കാലം. ആരുടെ ആത്മകഥയാണ്? KP കേശവ മേനോൻ. ക്ലിയർ ആവുന്നുണ്ടോ? ഈ കഴിഞ്ഞ കാലം എന്ന ആത്മകഥയ്ക്ക്, KP കേശവ മേനോന്റെ കഴിഞ്ഞ കാലം എന്ന ഈ പുസ്തകത്തിന് 1958 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഓർത്തു വെക്കണം. അപ്പൊ ഇത്രയും മാത്രം ഓർത്തു വെച്ചാൽ മതി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച KP കേശവ മേനോന്റെ പുസ്തകമാണ് കഴിഞ്ഞ കാലം. അപ്പൊ ആരുടെ ആത്മകഥ? കൊഴിഞ്ഞ ഇലകൾ, ജോസഫ് മുണ്ടശ്ശേരി. നിങ്ങൾ ആത്മകഥയുടെ പേര് വ്യക്തമായിട്ട് ഓർത്തു വെച്ചേക്കണം. കഴിഞ്ഞ കാലം KP കേശവ മേനോൻ, കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി. ശരിയല്ലേ? എന്റെ കഴിഞ്ഞ കാല സ്മരണകൾ കുമ്പളത്ത് ശങ്കുപിള്ള, എന്റെ ബാല്യകാല സ്മരണകൾ C അച്യുതമേനോൻ, എന്റെ ജീവിത കഥ AKG, എന്റെ കഥ മാധവിക്കുട്ടി. ആണോ അല്ലേ? ഓർത്തു വെച്ചേക്കണം. എന്റെ ജീവിത സ്മരണകൾ മന്നത്തു പത്മനാഭൻ, ജീവിത സ്മരണകൾ EV കൃഷ്ണപിള്ളയുടെയും IC ചാക്കോയുടെയും ആത്മകഥയുടെ പേരാണ്. ജീവിത സ്മരണകൾ എന്ന പേരിൽ പ്രധാനമായിട്ടും 2 പേർക്ക് ആത്മകഥയുണ്ട്. ഒരാളുടെ പേര് EV കൃഷ്ണപിള്ള, അടുത്ത ആളുടെ പേര് IC ചാക്കോ. ശരിയല്ലേ? അപ്പൊ എന്റെ ജീവിത സ്മരണകൾ മന്നത്ത്, ജീവിത സ്മരണകൾ EV കൃഷ്ണപിള്ള, IC ചാക്കോ, എന്റെ ജീവിത കഥ AKG, എന്റെ ജീവിത കഥ AKG. ശരിയല്ലേ? അപ്പോൾ അക്കാമ ചെറിയാന്റെ ആത്മകഥയുടെ പേരാണ് ജീവിതം ഒരു സമരം. മറക്കല്ലേ? അക്കാമ ചെറിയാന്റെ ആത്മകഥയുടെ പേരെന്തുവാണ്? ജീവിതം ഒരു സമരം. EK നയനാരുടെ ആത്മകഥയാണ് എന്റെ സമരം. അപ്പൊ എന്റെ സമരം EK നയനാർ, എന്റെ സമരം EK നയനാർ. ശരിയല്ലേ? ജീവിതം ഒരു സമരം അക്കാമ ചെറിയാൻ, എന്റെ കഴിഞ്ഞ കാല സ്മരണകൾ കുമ്പളത്ത് ശങ്കുപിള്ള, ആത്മകഥയ്ക്കൊരാമുഖം, എ പ്രീഫൈസ് ടു ഓട്ടോബയോഗ്രഫി. ആരുടെ ആത്മകഥയാണ്? അത് ലളിതാംബിക അന്തർജനം. ശരിയല്ലേ? ആത്മകഥയ്ക്കൊരാമുഖം. ആരുടെ ആത്മകഥയാണ്? ലളിതാംബിക അന്തർജനം. ആത്മകഥ ആരുടെ ആത്മകഥയാണ്? ഒരുപാട് പേർക്ക് ആത്മകഥ എന്ന പേരിൽ ആത്മകഥയുണ്ട്. എന്നാലും ആത്മകഥ എന്ന പേരിൽ ഏറ്റവും പ്രസിദ്ധമായ ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയ 2 മലയാളികൾ, ഒന്ന് EMSഉം മറ്റൊന്ന് അന്നാ ചാണ്ടിയുമാണ്. അപ്പൊ അന്നാ ചാണ്ടിയുടെയും EMSന്റെയും ആത്മകഥയുടെ പേര് ആത്മകഥ എന്നാണ്. C കേശവന്റെ ആത്മകഥ ജീവിത സമരം, C കൃഷ്ണന്റെ ആത്മകഥ ജീവിത മത്സരം. പരസ്പരം മാറിപ്പോവല് നോട്ട് ചെയ്ത് വെക്കണം. ഒരുമിച്ച് ഒരുപോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കണേ. നമുക്ക് തിരികെ വരാം. അപ്പൊ KP കേശവ മേനോനാണ് മലബാർ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാവും ആദ്യത്തെ സെക്രട്ടറിയും.
തിരികെ വരാം. 921 മലബാർ കലാപ സമയത്തെ KPCCയുടെ സെക്രട്ടറിയാണ് KP കേശവമേനോൻ. അദ്ദേഹം പുറത്തിറക്കിയ പത്രമായ മാതൃഭൂമി 930 ദിനപത്രമാക്കുന്നു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ദിവസം ജയിൽവാസം, നിരാഹാരമല്ല ജയിൽവാസം കിടന്നയാള് KP കേശവമേനോൻ. 966 പത്മഭൂഷൺ ലഭിക്കുന്നു. ഐക്യ കേരള ഉപസമിതിയുടെ അധ്യക്ഷൻ. 956 ഐക്യ കേരള സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ശ്രീലങ്കൻ ഹൈക്കമ്മീഷണറായി പ്രവർത്തിക്കുന്നു. കൃതികൾ: നാം മുന്നോട്ട്, നവഭാരത ശില്പികൾ, ബിലാത്തി വിശേഷം, ബന്ധനത്തിൽ നിന്ന്, രാഷ്ട്രപിതാവ്, കഴിഞ്ഞ കാലം, ആത്മകഥയുടെ പേരാണ്. ഇത്രയും പോയിന്റ്സ് ഓർത്തു വെക്കത്തില്ലേ? മറന്നുപോകല്ലേ? ഇത് പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. നമുക്കിനി അടുത്ത ആളിലേക്ക് വരാം. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ നവോത്ഥാന നായകന്റെ പേര് മൂർക്കോത്ത് കുമാരൻ. പേരെന്തുവാണ്? മൂർക്കോത്ത് കുമാരൻ. ശ്രദ്ധിച്ചിരിക്കണേ. മൂർക്കോത്ത് കുമാരൻ ജനിച്ച വർഷം 1874. അപ്പോൾ 1874 മൂർക്കോത്ത് കുമാരൻ ജനിച്ചു. മറക്കല്ലേ, 1874 മൂർക്കോത്ത് കുമാരൻ ജനിക്കുന്നു. അദ്ദേഹം 1941 മരണപ്പെട്ടു. അപ്പൊ 1871 മുതൽ 1941 വരെയാണ് മൂർക്കോത്ത് കുമാരന്റെ കാലഘട്ടം. ഇനി മൂർക്കോത്ത് കുമാരന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം തലശ്ശേരി. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയാണ് മൂർക്കോത്ത് കുമാരന്റെ ജന്മസ്ഥലം. അപ്പൊ ഓർമ്മയുണ്ടോ? പറയാൻ പറ്റുമോ? സി കൃഷ്ണന്റെ ജന്മസ്ഥലം എവിടെയാണ്? ചാവക്കാട്, തൃശ്ശൂര്. മാറിപ്പോവല്ലേ? സി കൃഷ്ണന്റെ ജന്മസ്ഥലം ചാവക്കാട്, തൃശ്ശൂര്. മൂർക്കോത്ത് കുമാരൻ ജന്മസ്ഥലം തലശ്ശേരി. ഇവിടെ മൂർക്കോത്ത് കുമാരൻ പഠിപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് സി കൃഷ്ണന്റെ പേര് പറഞ്ഞു? രണ്ടുപേരും മിതവാദി മാസികയുടെ പത്രാധിപരായവരാണ്. ശരിയല്ലേ? നമുക്കറിയാം വീണപൂ അച്ചടിച്ച മാസികയുടെ പേര് മിതവാദി എന്നാണ്. ആ മിതവാദിയുടെ പത്രാധിപരായ വ്യക്തികൾ സി കൃഷ്ണനും മൂർക്കോത്ത് കുമാരനും. ഇവിടെ ഓർത്തു വെക്കണം, മൂർക്കോത്ത് കുമാരന്റെ ജന്മസ്ഥലം തലശ്ശേരി. നമുക്കിനി അറിയാം, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരുവെങ്കിൽ ഗുരുവിന്റെ ഫസ്റ്റ് പ്രതിമ തലശ്ശേരിയിൽ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? മൂർക്കോത്ത് കുമാരനാണ്. കൂടാതെ ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം ആദ്യമായിട്ട് എഴുതിയ മലയാളിയും മൂർക്കോത്ത് കുമാരൻ ആണ്. മറക്കല്ല്. അപ്പോൾ ഗുരുവിന്റെ ഫസ്റ്റ് സ്റ്റാച്യു, ഗുരുവിന്റെ ഫസ്റ്റ് ബയോഗ്രഫി, രണ്ടിന്റെയും മുൻപിൽ പ്രവർത്തിച്ച മലയാളിയായ സാമൂഹ്യ പരിഷ്കർത്താവാണ് മൂർക്കോത്ത് കുമാരൻ. അദ്ദേഹം 1874 ജനിച്ചിട്ട് 941 മരണപ്പെട്ടു. അദ്ദേഹം പുറത്തിറക്കിയ മാസികയാണ് വിദ്യാലയം. ഇത് പരീക്ഷകൾക്ക് വന്ന ചോദ്യമാണ്. നമുക്കറിയാം, വിദ്യാർത്ഥി എന്ന പേരിൽ VT ഭട്ടതിരിപ്പാടിനും സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയ്ക്കും മാസികയുണ്ട്. ശരിയല്ലേ? വിദ്യാർത്ഥി എന്ന പേരിൽ 2 മാസികയുണ്ട്. വിദ്യാർത്ഥി എന്ന പേരിൽ ഒരു മാസിക സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണെങ്കിൽ ഇതേ പേരിൽ മറ്റൊരു മാസിക പുറത്തിറക്കിയ വ്യക്തിയാണ് ആര്? കെ രാമകൃഷ്ണ പിള്ള. അതുപോലെ ഇവിടെ പറയുമ്പോൾ ഈ വാക്കെന്തുവാ? വിദ്യാലയം. വാക്കൊന്ന് മാറിപ്പോവല്ലേ? വിദ്യാലയം എന്ന മാസികയുടെ സ്ഥാപകൻ ആരാണ്? മൂർക്കോത്ത് കുമാരൻ. വിദ്യാലയം എന്ന മാസികയുടെ സ്ഥാപകന്റെ പേരെന്തുവാണ്? മൂർക്കോത്ത് കുമാരൻ. നമുക്കറിയാം, ദിനമണി. ആ വാക്കെന്താണ്? ദിനമണി. അപ്പൊ ദിനമണി എന്ന മാസികയുടെ സ്ഥാപകൻ ആരാണ്? പറയാൻ പറ്റുമോ? ദിനമണി എന്ന മാസിക ആരാണോ സ്ഥാപിച്ചത് ആ വ്യക്തിയാണ് SN ട്രസ്റ്റ് സ്ഥാപിച്ചത്. കേരളത്തിലെ ഫസ്റ്റ് ഉപമുഖ്യമന്ത്രി ആരാ? ഉത്തരം ആർ ശങ്കർ. അപ്പൊ ആർ ശങ്കർ പുറത്തിറക്കിയ മാസികയാണ് ഏത്? ദിനമണി. ആർ ശങ്കർ പുറത്തിറക്കിയ മാസികയുടെ പേര് ദിനമണി. ശരിയല്ലേ? അപ്പൊ ആരുടെ മാസികയാണ്? കേരള ജനത. ആരുടെ മാസികയാണ്? കേരള ജനത. ആ ഉത്തരമാണ് പട്ടം താണുപിള്ള. അപ്പൊ കേരള ജനത, പട്ടം താണുപിള്ള. ദിനമണി ആർ ശങ്കർ. വിദ്യാലയം മൂർക്കോത്ത് കുമാരൻ. ശരിയല്ലേ? ഇനി മൂർക്കോത്ത് കുമാരൻ പ്രധാനമായിട്ട് പത്രാധിപരായ, എഴുത്തുകാരനായ പ്രസിദ്ധീകരണങ്ങൾ ഏതെല്ലാം? ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ഗജകേസരി. പേരെന്തുവാണ്? ഗജകേസരി. രണ്ടാമത്തെ സരസ്വതി. മൂന്നാമത്തെ മിതവാദി. കേരള ചിന്താമണി. മറന്നുപോകല്ലേ? അപ്പൊ ഗജകേസരി, സരസ്വതി, മിതവാദി,
കേരള ചിന്താമണി എന്നീ മാസികകളുടെ എല്ലാം പത്രാധിപരായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്? മൂർക്കോത്ത് കുമാരൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസികയുടെ പേരാണ് മിതവാദി. മറന്നു പോവരുത്, നോക്കി വെച്ചോണേ. തിരിച്ചു വരാമേ. ഈ മൂർക്കോത്ത് കുമാരൻ സ്വീകരിച്ച ഒരു പ്രധാനപ്പെട്ട തൂലികാ നാമമുണ്ട്. ആ തൂലികാ നാമത്തിന്റെ പേരാണ് വജ്രസൂചി. ഓർത്തു വെച്ചേക്കണം. മൂർക്കോത്ത് കുമാരൻ സ്വീകരിച്ച പ്രധാനപ്പെട്ട തൂലികാ നാമത്തിന്റെ പേരെന്താണ്? വജ്രസൂചി എന്നാണ്. പേരെന്തുവാണ്? വജ്രസൂചി. അപ്പൊ ഒരു സംശയം ഉണ്ടല്ലോ, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ തൂലികാ നാമം എന്താണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ തൂലികാ നാമത്തിന്റെ പേരും വജ്രസൂചി എന്നാണ്. അപ്പൊ ഒരേ പേരിൽ പല വ്യക്തികൾ മാസിക പുറത്തിറക്കുന്ന പോലെ, ഒരേ പേരിൽ പല വ്യക്തികൾ ആത്മകഥ എഴുതുന്ന പോലെ, ഒരേ പേരിൽ പല വ്യക്തികൾക്ക് തൂലികാ നാമം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇവിടെ വജ്രസൂചി എന്ന തൂലികാ നാമത്തിൽ പ്രസിദ്ധരായവർ പ്രധാനമായും രണ്ടു പേരാണ്. ഒരാളുടെ പേര് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ, അടുത്ത ആളുടെ പേര് മൂർക്കോത്ത് കുമാരൻ. പേരെന്തുവാണ്? മൂർക്കോത്ത് കുമാരൻ. മറക്കല്ലേ. നമുക്ക് തിരിച്ചു വരാമേ. അപ്പൊ ഇനി മൂർക്കോത്ത് കുമാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ ഏതെല്ലാം? ഒന്നാമത്തെ വസുമതി. വസുമതി വസുമതി പഠിച്ചില്ലേ? രണ്ടാമത്തെ ശാകുന്തളം ഗദ്യം. പേരെന്തുവാണ്? ശാകുന്തളം ഗദ്യം. പഠിച്ചോ? മൂന്നാമത്തെ കനകം മൂലം. കനകം മൂലം. ബുക്കിന്റെ പേരെന്തുവാ? കനകം മൂലം. അവസാനത്തെ ആശാകുല. ഇസബെല്ല എന്ന് പറയപ്പെടുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിന്റെ മലയാള വിവർത്തനമാണ് ആശാകുല. അതുകൊണ്ട് നിങ്ങൾ ആ ടെക്സ്റ്റിന്റെ പേര് നോക്കി വെച്ചേക്കണം. ഇസബെല്ല എന്ന ഗ്രന്ഥത്തിന്റെ മലയാള വിവർത്തനം എഴുതിയ ആളുടെ പേര് മൂർക്കോത്ത് കുമാരൻ. ആ ബുക്കിന്റെ പേരെന്തുവാണ്? ആശാകുല. പഠിച്ചോ? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു വരട്ടെ. പഠിച്ച ആളുടെ പേരെന്തുവാ? മൂർക്കോത്ത് കുമാരൻ. അദ്ദേഹം 1874 ജനിച്ചിട്ട് 41 മരണപ്പെടുന്നു. ജന്മസ്ഥലം തലശ്ശേരി. ഗുരുവിന്റെ ഫസ്റ്റ് പ്രതിമ തലശ്ശേരിയിൽ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഗുരുവിന്റെ ഫസ്റ്റ് ബയോഗ്രഫി എഴുതിയ ആള് മൂർക്കോത്ത് കുമാരനാണ്. വിദ്യാലയം എന്ന മാസിക സ്ഥാപിച്ചു. ഗജകേസരി, സരസ്വതി, മിതവാദി, കേരള ചിന്താമണി എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിട്ട് പ്രവർത്തിച്ചു. പിന്നെ പറഞ്ഞ കാര്യം, വജ്രസൂചി എന്ന പെന്നെയും സ്വീകരിച്ചു. അതേ പെന്നെയും ഉണ്ടായിരുന്ന വ്യക്തിയാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. ഇനി കൃതികള് വസുമതി, ശാകുന്തളം ഗദ്യം, കനകം മൂലം, ആശാകുല, ഇസബെല്ല എന്ന പുസ്തകത്തിന്റെ മലയാള വിവർത്തനം അറിയപ്പെടുന്ന പേര് ആശാകുല. അത് എഴുതിയ ആളുടെ പേര് മൂർക്കോത്ത് കുമാരൻ. ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ. ശ്രദ്ധിക്കണേ. ഒന്ന്, ഏകദേശം 1907 ടി ശിവശങ്കരന്റെ, ആരുടെയാണ്? ടി ശിവശങ്കരന്റെ പത്രാധിപത്യത്തിൽ മൂർക്കോത്ത് കുമാരൻ ഒരു മാസിക പുറത്തിറക്കി. ക്ലിയർ ആവുന്നുണ്ടോ? 1907 ടി ശിവശങ്കരന്റെ പത്രാധിപത്യത്തിൽ മൂർക്കോത്ത് കുമാരൻ ഒരു മാസിക പുറത്തിറക്കി. ആ മാസികയുടെ പേരാണ് മിതവാദി. ആ മൂർക്കോത്ത് കുമാരന്റെ പ്രവർത്തന മേഖല തലശ്ശേരി ആയതുകൊണ്ട് തന്നെ മിതവാദി മാസിക ആദ്യം പുറത്തിറക്കിയ സ്ഥലം ഏതാണ്? തലശ്ശേരി. ഈ സമയത്താണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമായ കുമാരനാശാന്റെ വീണപൂവ് ഈ കൃതിയിൽ അച്ചടിച്ചത്. എന്നാൽ ആദ്യ സമയത്തുള്ള പോലത്തെ ഒരു വിജയം ഈ മിതവാദി മാസികയ്ക്ക് പിന്നീട് ലഭിക്കുന്നില്ല. അങ്ങനെ മിതവാദി മാസിക 1913 എന്ന വർഷമായപ്പോൾ മറ്റൊരു വ്യക്തി വില കൊടുത്തു വാങ്ങിക്കുന്നു. ആ വ്യക്തിയുടെ പേരാണ് സി കൃഷ്ണൻ. ആരാണ്? സി കൃഷ്ണൻ. സി കൃഷ്ണന്റെ ജന്മസ്ഥലം ചാവക്കാടാണെങ്കിലും ഈ വ്യക്തിയുടെ പ്രവർത്തന മേഖല കോഴിക്കോടാണ്. കാലിക്കറ്റ് ബാങ്കിന്റെ സ്ഥാപകനാരാ? സി കൃഷ്ണൻ. കോഴിക്കോട് തളി സമരമായിരുന്നു നയിച്ചു സി കൃഷ്ണൻ. ശരിയല്ലേ? അപ്പൊ ഓർക്കണം, അങ്ങനെ സി കൃഷ്ണൻ 1913 ആയപ്പോൾ മിതവാദി മാസിക പുനഃപ്രസിദ്ധീകരിച്ചു. എവിടെ നിന്ന്? കോഴിക്കോട് നിന്ന്. ക്ലിയർ ആവുന്നുണ്ടോ? റഷ്യൻ വിപ്ലവത്തെ അനുകൂലിച്ച ഒരേ ഒരു മലയാള മാസികയാണ് മിതവാദി. അതുപോലെ ഒ ചന്തുമേനോന്റെ ജീവചരിത്രം ആദ്യമായിട്ട് അച്ചടിച്ച മലയാള മാസികയാണ് മിതവാദി. ഇത് പറഞ്ഞു മനസ്സിലായോ? ശ്രദ്ധിക്കണേ. ഒന്ന്, 1907 ടി ശിവശങ്കരൻ പണം മുടക്കിയത് മൂലം മൂർക്കോത്ത് കുമാരൻ തലശ്ശേരി ആസ്ഥാനമാക്കി പുറത്തിറക്കിയ മാസികയാണ് മിതവാദി. പണ്ട് പഠിച്ച ഓർമ്മയില്ലേ? INC രണ്ട് വിഭാഗമായിട്ട് വേർതിരിക്കപ്പെട്ടു. മിതവാദികളും തീവ്രവാദികളും. അങ്ങനെ വേർതിരിക്കപ്പെട്ട വർഷം 1907 അല്ലേ? ആ 1907 കേരളത്തിൽ പുറത്തിറക്കിയ മാസികയാണ് മിതവാദി.
കാശ് മുടക്കിയാളുടെ പേര് ടി ശിവശങ്കരൻ. ആ സമയത്തെ പത്രാധിപര് മൂർക്കോത്ത് കുമാരൻ. വലിയ വിജയമായോ ആ സമയത്ത് ഇല്ല. പിന്നെ ഇതാര് വില കൊടുത്തു വാങ്ങുന്നു? സി കൃഷ്ണൻ. എങ്ങനെ പുറത്തിറക്കി? എവിടുന്ന് പുറത്തിറക്കി? കോഴിക്കോട്. ഏതു വർഷം തൊട്ട്? 913 മുതൽ. അപ്പൊ ഓർത്തോക്കേണ്ട കാര്യം എന്താണ്? മിതവാദി മാസികയുടെ പത്രാധിപർ എന്നാണെങ്കിൽ സി കൃഷ്ണനും ആദ്യ പത്രാധിപർ എന്നാണെങ്കിൽ മൂർക്കോത്ത് കുമാരനും. ഓർത്തു വെച്ചേക്കണേ, മിതവാദി മാസികയുടെ പത്രാധിപർ എന്നാണെങ്കിൽ സി കൃഷ്ണനും ആദ്യ പത്രാധിപർ എന്നാണെങ്കിൽ മൂർക്കോത്ത് കുമാരനുമാണ്. ശരിക്കും മിതവാദി മാസിക ആളുകളിലേക്ക് എത്തിച്ചത്, ഈ മാസികയുടെ വിജയത്തിന്റെ പ്രധാന പങ്കാളി എന്ന് പറയുന്നയാള് തീർച്ചയായിട്ടും സി കൃഷ്ണൻ തന്നെയാണ്. മനസ്സിലാക്കണം, മിതവാദി മാസികയുടെ ഏറ്റവും ശക്തമായ വിജയത്തിന്റെ മുൻകൈ എടുത്തയാള് സി കൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹം തന്നെ അറിയപ്പെടുന്ന പേര് മിതവാദി സി കൃഷ്ണൻ എന്നാണ്. മനസ്സിലാക്കണം. അപ്പോൾ മിതവാദി സി കൃഷ്ണൻ എന്ന പേരിൽ ആ വ്യക്തി അറിയപ്പെടാൻ കാരണം എന്തുവാണ്? മിതവാദി മാസിക ആദ്യം പരാജയപ്പെട്ടു പോയെങ്കിലും 913 തൊട്ട് ആ മാസിക വീണ്ടും പുനഃപ്രസിദ്ധീകരിച്ച് വിജയിപ്പിച്ച വ്യക്തിയാണ് ആര്? സി കൃഷ്ണൻ. റഷ്യൻ വിപ്ലവത്തെ അനുകൂലിച്ച ഒരേ ഒരു മലയാള മാസികയാണ് മിതവാദി. ഒ ചന്തുമേനോന്റെ ബയോഗ്രഫി അച്ചടിച്ച മലയാള മാസികയാണ് മിതവാദി. മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യമല്ല, മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമായ കുമാരനാശാന്റെ വീണപൂവ് അച്ചടിച്ച മാസികയുടെ പേരാണ് മിതവാദി. വീണപൂവ് പുനഃപ്രസിദ്ധീകരിച്ച മാസികയുടെ പേരാണ് ഭാഷാപോഷിണി. മിതവാദി മാസിക സ്ഥാപിക്കുവാൻ വേണ്ടി ആദ്യ സമയത്ത് പണം മുടക്കിയ വ്യക്തി ആരാണ്? ടി ശിവശങ്കരൻ. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ക്ലാസ്സിൽ 2 സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് അല്ലെങ്കിൽ 2 വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ഒന്ന് KP കേശവ മേനോനും മറ്റൊന്ന് മൂർക്കോത്ത് കുമാരനുമാണ്. എക്സ്ട്രാ മിതവാദിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം കൂടി ഓർക്കാൻ ശ്രമിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി.